Hello, dear students. We can start our last part of macroeconomics one, that is our third module, Keynesian macroeconomics. Okay, Keynesian revolution. നമുക്കറിയാം സെക്കൻഡ് മൊഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ക്ലാസിക്കൽ മാക്രോ എക്കണോമിക്സ് ആണ്. ഓക്കെ, അത് നമ്മൾ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മൾ വീഡിയോസ് ചെയ്തു, നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്തു. ഇനി നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടാണ് മാക്രോ എക്കണോമിക്സിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് കെയ്നീഷ്യൻ മാക്രോ എക്കണോമിക്സ്. ഓക്കെ, അപ്പോൾ കെയ്നീഷ്യൻ റെവല്യൂഷൻ. അപ്പോൾ കെയ്നീഷ്യൻ റെവല്യൂഷൻ, ഇറ്റ് ഈസ് ഓൾസോ കാൾഡ് ആസ് കെയ്നീഷ്യൻ റെവല്യൂഷൻ. നമുക്കറിയാം ദ ഗ്രേറ്റ് ഡിപ്രഷൻ 1929, ഇറ്റ് ഈസ് സ്റ്റാർട്ടഡ് ഫ്രം 1929. ഓക്കെ, തുടങ്ങിയെങ്കിലും 1933 വരെയാണ് അതിൻ്റെ സീരിയസ്, ബട്ട് ഇറ്റ് കണ്ടിന്യൂ അപ് ടു 39. 1939 വരെ ഗ്രേറ്റ് ഡിപ്രഷൻ പിന്നെ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ അത്രയും ഗ്രേറ്റ് ഡിപ്രഷൻ അല്ലെങ്കിൽ ദ ഗ്രേറ്റ് ഫിനാൻഷ്യൽ ക്രൈസിസ് ലോകത്ത് നിലനിന്നിട്ടുണ്ട്. അപ്പോൾ ഇറ്റ് വാസ് ദ ഡീപ്പസ്റ്റ് ആൻഡ് ലോങ്സ്റ്റ് lasting economic downward in the history of the western industrialized world. അപ്പോൾ ഡെവലപ്ഡ് നേഷൻസിൽ, വെസ്റ്റേൺ ഡെവലപ്ഡ് നേഷൻസിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും ഡീപ്പസ്റ്റ് അത്രയും സിവിയർ ആയിട്ടുള്ളതാണ്, ഡീപ്പസ്റ്റ് ആൻഡ് ലോങ്ങസ്റ്റ് ലാസ്റ്റിംഗ് ഫിനാൻഷ്യൽ ക്രൈസിസ് ആയിരുന്നു ഗ്രേറ്റ് ഡിപ്രഷൻ ഓഫ് 1929. ഓക്കെ, അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടായത് യു എസ് എക്കോണമിയിലായിരുന്നു. ഇൻ ദി യു എസ് എക്കോണമി ദ ഗ്രേറ്റ് ഡിപ്രഷൻ ബിഗാൻ സൂൺ ആഫ്റ്റർ സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് ഓഫ് ഒക്ടോബർ 1929. 1929 സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് ഉണ്ടായി. അങ്ങനെയാണ് ഗ്രേറ്റ് ഡിപ്രഷൻ യു എസ് എക്കോണമിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫോർ ദ നെക്സ്റ്റ് 10 years. ഓക്കെ, പിന്നെ എന്താണ് സംഭവിച്ചത്? പിന്നെ അടുത്ത 10 വർഷം എന്താ സംഭവിച്ചത്? യു എസ് വാസ് മേഡ് ഇൻ എ ഡീപ്പ് എക്കണോമിക് ഡിപ്രഷൻ. എന്താണ് ഡീപ്പ് എക്കണോമിക് ഡിപ്രഷനാണ് അവിടെ കാണപ്പെട്ടത്. 1933 എന്തായിരുന്നു? അൺഎംപ്ലോയ്മെൻറ്റ് ഹാഡ് റൈസ് ടു 25% അപ്. ഓക്കെ, അപ്പോൾ അൺഎംപ്ലോയ്മെൻറ്റ് 1933 യു എസ് എക്കോണമിയിൽ അൺഎംപ്ലോയ്മെൻറ്റ് 25%. ഓക്കെ, ദാറ്റ് വാസ് ഇൻക്രീസ് ഫ്രം 3.2% ഇൻ 1929. 1929 യു എസ് എക്കോണമിയിൽ 3.2% അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ 1933 സമയമായപ്പോഴേക്കും അൺഎംപ്ലോയ്മെൻറ്റ് എത്ര പെർസെൻറ്റേജ്? 25%. ഓക്കെ, അതാണ് സിറ്റുവേഷൻ. പിന്നെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഡിക്ലൈൻ ബൈ 50%. ഓക്കെ, ഇൻഡസ്ട്രിയൽ ഔട്ട്പുട്ട് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ 50% കുറവ് സംഭവിച്ചു. ഇൻ്റർനാഷണൽ ട്രേഡ് പ്ലഡ്ജ്ഡ് 30%. ഇൻ്റർനാഷണൽ ട്രേഡും അതുപോലെ തന്നെ 30% കുറഞ്ഞു. ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫെൽ 98%. ഇൻവെസ്റ്റ്മെൻറ്റ് ഡിഫറെൻറ്റ് സെക്ടേഴ്സ് ഓഫ് ദ എക്കോണമിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റും 98% കുറഞ്ഞു. അപ്പോൾ ദിസ് ആർ സം ഓഫ് ദ മാക്രോ എക്കണോമിക് ചേഞ്ചസ് ഹാപ്പൺ ഇൻ യു എസ് എക്കോണമി ഡ്യൂറിങ് ദി ക്രൈസിസ് പീരീഡ്, ദ ഗ്രേറ്റ് ഡിപ്രഷൻ പീരീഡ്. ഓക്കെ, ഇതൊക്കെ ഈ ഫിനാൻഷ്യൽ ക്രൈസിസ് അല്ലെങ്കിൽ ഗ്രേറ്റ് ഡിപ്രഷൻ കാരണം ഉണ്ടായതാണ് യു എസ് എക്കോണമി. ഓക്കെ, Keynesian revolution. Now, Keynesian revolution refers the post-Great Depression period. After his publication of famous book titled The General Theory of Employment, Interest, Money in 1936. അപ്പോൾ കെയ്നീഷ്യൻ റെവല്യൂഷൻ അല്ലെങ്കിൽ കെയ്നീഷ്യൻ മാക്രോ എക്കണോമിക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ പോസ്റ്റ് ഗ്രേറ്റ് ഡിപ്രഷൻ പീരീഡാണ്. ഗ്രേറ്റ് ഡിപ്രഷൻ്റെ ഗ്രേറ്റ് ഡിപ്രഷൻ പീരീഡിലാണ് ഈ കെയ്നീഷ്യൻ റെവല്യൂഷൻ, കെയ്നീഷ്യൻ എക്കണോമിക് ഐഡിയാസ്, കെയ്നീഷ്യൻ മാക്രോ എക്കണോമിക്സ് ഉടലെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഗ്രേറ്റ് ഡിപ്രഷനാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു ബുക്ക് ദ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി എന്നുള്ള ബുക്ക്
വിച്ച് ഈസ് പബ്ലിഷ്ഡ് 1936. അതിനുശേഷമാണ്, ദാറ്റ് മീൻ 1936 എന്ന് പറയുന്നത് ആക്ച്വലി ദ പോസ്റ്റ് ഗ്രേറ്റ് ഡിപ്രഷൻ പീരീഡാണ്. അങ്ങനെയാണ് ആ പബ്ലിക്കേഷനാണ് ആക്ച്വലി എന്താണ് ഈ മാക്രോ കെയ്നീഷ്യൻ റെവല്യൂഷൻ ഉടലെടുക്കുന്നു. ഓക്കെ, അപ്പോൾ ദ ബേസിക് എലമെന്റ്സ് ഓഫ് കെയ്നീഷ്യൻ എക്കണോമിക്സ് വേർ introduced in this book, which is repudiated the foundation of laissez-faire policy. അപ്പോൾ കെയ്നീഷ്യൻ എക്കണോമിക്സിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ എലമെൻസും ഈ ബുക്കിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പോൾ കെയ്നീഷ്യൻ എക്കണോമിക്സ് എന്ന് പറയുന്നത് ജനറൽ തിയറി എന്ന് പറയുന്ന കെയ്ൻസിൻ്റെ ബുക്കാണ്. അതാണ് which repudiated the foundation of the laissez-faire policy. Let individual alone, അല്ലെങ്കിൽ ഗവൺമെൻറ്റിന്, സർക്കാർ അല്ലെങ്കിൽ പബ്ലിക് പോളിസിയുടെ ആവശ്യമില്ല. ഓക്കെ, പിന്നെ ഗവൺമെൻറ് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിനെ ഫ്രീ ആയിട്ട് വിട്ടാൽ മതി എന്നുള്ള ആശയം laissez-faire പോളിസിയെ കംപ്ലീറ്റ് റെപ്യൂഡിയേറ്റ് ചെയ്തു. ഓക്കെ, അത് നിരാകരിച്ചു. അതാണ് സംഭവിച്ചത്. ആൻഡ് ഹീ ചലഞ്ചഡ് ദ ക്ലാസിക്കൽ അസംഷൻ ഓഫ് ഫുൾ എംപ്ലോയ്. അത് മാത്രമല്ല, laissez-faire പോളിസി ഒരിക്കലും ഒരു എക്കോണമിയിൽ പ്രാവർത്തികമാകാൻ പാടില്ല എന്ന് പറയുക മാത്രമല്ല അയാൾ ചെയ്തത്. കെയ്ൻസ് ചലഞ്ചഡ് ദ ക്ലാസിക്കൽ അസംഷൻ ഓഫ് ഫുൾ എംപ്ലോയ്മെന്റ്. ഒരു എക്കോണമി, ക്ലാസിക്കൽസ് ബിലീവ്ഡ് ദാറ്റ് എക്കോണമി ഈസ് ആൾവേസ് അറ്റ് ഫുൾ എംപ്ലോയ്മെന്റ് ഇക്വിലിബ്രിയം, ബട്ട് ഹീ ചലഞ്ചഡ് ദ നോഷൻ ഓഫ് ഫുൾ എംപ്ലോയ്മെന്റ് ആൻഡ് ദ adjusting ability ഓഫ് എ ക്യാപിറ്റലിസ്റ്റ് എക്കോണമി. അതുപോലെ എക്കോണമി ഏതു സമയത്തും ഫുൾ എംപ്ലോയ്മെൻ്റ് ആണ് എന്നും സെൽഫ് അഡ്ജസ്റ്റിംഗ് എബിലിറ്റി ഓഫ് എ ക്യാപിറ്റലിസ്റ്റ് എക്കോണമി എന്നുള്ള ഐഡിയ ഉണ്ടല്ലോ, ഇത് അദ്ദേഹം ചലഞ്ച് ചെയ്തു. അത് ശരിയല്ല. അതുകൊണ്ടാണ് ഗ്രേറ്റ് ഡിപ്രഷൻ്റെ സമയത്ത് ഇക്കണോമിസ്റ്റിന് ആ ഗ്രേറ്റ് ഡിപ്രഷൻ മറികടക്കാൻ പറ്റാതിരുന്നത് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ദ സെൻട്രൽ തീം ഓഫ് കെയ്നീഷ്യൻ എക്കണോമിക്സ് ഈസ് an analysis of the cause and result of variation in aggregate demand and supply. കെയ്നീഷ്യൻ എക്കണോമിക്സിൻ്റെ സെൻട്രൽ തീം എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ് ഈസ് എൻ അനാലിസിസ് ഓഫ് കോസ് ആൻഡ് റിസൾട്ട്സ് ഓഫ് ഓഫ് വേരിയേഷൻ അഗ്രിഗേറ്റ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. എന്തുകൊണ്ടാണ് എക്കോണമിയിൽ അഗ്രിഗേറ്റ് ഡിമാൻഡും അഗ്രിഗേറ്റ് സപ്ലൈയിലും വേരിയേഷൻ അല്ലെങ്കിൽ ചേഞ്ചസ് ഉണ്ടാകുന്നു, അതിൻ്റെ റീസൺസ്, അതിൻ്റെ റിസൾട്ട്സ്, അതാണ് ആക്ച്വലി കോസസ് ആൻഡ് റിസൾട്ട്സ് ഓഫ് വേരിയേഷൻ ആണ് ആക്ച്വലി കെയ്നീഷ്യൻ എക്കണോമിക്സിൻ്റെ സെൻട്രൽ തീം എന്ന് പറയുന്നത്. ഓക്കെ, അഗ്രിഗേറ്റ് ഡിമാൻഡും അഗ്രിഗേറ്റ് സപ്ലൈ എന്തുകൊണ്ടാണ് വേരിയേഷൻ, അതിന് റീസൺ എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും, അല്ലെങ്കിൽ അഗ്രിഗേറ്റ് ഡിമാൻഡ് അഗ്രിഗേറ്റ് സപ്ലൈയിൽ മാറ്റം സംഭവിച്ചാൽ എന്ത് സംഭവിക്കും, എന്തുകൊണ്ടാണ് അതിൽ മാറ്റം വരുന്നത്, എന്ത് സംഭവിക്കും അഗ്രിഗേറ്റ് ഡിമാൻഡിലും അഗ്രിഗേറ്റ് സപ്ലൈയിലും ചേഞ്ച് വന്നാൽ. അതാണ് ദാറ്റ് വാസ് ആക്ച്വലി ദ ബേസിക് തീം ഓഫ് കെയ്നീഷ്യൻ മാക്രോ എക്കണോമിക്സ്. ഓക്കെ, പിന്നെ ദ പർപ്പസ് ഓഫ് കെയ്നീഷ്യൻ ജനറൽ തിയറി ഈസ് ടു എക്സ്പ്ലെയിൻ വാട്ട് ഡിറ്റർമിൻ ദ വോളിയം ഓഫ് എംപ്ലോയ്മെൻറ്റ് അറ്റ് എനി ഗിവൺ ടൈം. കെയ്നീഷ്യൻ എക്കണോമിക്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പർപ്പസ് എന്ന് പറയുന്നത് ആ ജനറൽ തിയറിയുടെ ആ ബുക്കിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ബുക്ക് ആക്ച്വലി കെയ്നീഷ്യൻ റെവല്യൂഷൻ. അവരുടെ പർപ്പസ് എന്ന് പറയുന്നത് ടു എക്സ്പ്ലെയിൻ വാട്ട് ഡിറ്റർമൈൻസ് ദ വോളിയം ഓഫ് എംപ്ലോയ്മെൻറ്റ് അറ്റ് എനി ഗിവൺ ടൈം. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പീരീഡ് അല്ലെങ്കിൽ പർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമിന് വോളിയം ഓഫ് എംപ്ലോയ്മെൻറ്റ് എന്താണ് ഡിറ്റർമിൻ ചെയ്യുന്നത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയാണ് ആക്ച്വലി കെയ്നീഷ്യൻ ജനറൽ തിയറി അതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത്. അതായത് കെയ്നീഷ്യൻ റെവല്യൂഷൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് എന്താണ് പറയുന്നത്, വാട്ട് ഡിറ്റർമിൻ ദ വോളിയം ഓഫ് എംപ്ലോയ്മെൻറ്റ് അറ്റ് എനി ഗിവൺ ടൈം. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പീരീഡിൽ വോളിയം ഓഫ് എംപ്ലോയ്മെൻറ്റ് ഡിറ്റർമിൻ ചെയ്യുന്നത് എന്താണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നതാണ് കെയ്നീഷ്യൻ റെവല്യൂഷൻ അല്ലെങ്കിൽ ദ ജനറൽ തിയറി എന്നുള്ള ബുക്കിൻ്റെ മെയിൻ പർപ്പസ്. ഓക്കെ, analysis of the depression economy helped Keynes to formulate his theory of employment. ഓക്കെ, അപ്പോൾ കെയ്നീഷ്യൻ എക്കണോമിക്സ് വരുന്നത് ആഫ്റ്റർ ദ ഗ്രേറ്റ് ഡിപ്രഷൻ. അതുകൊണ്ട് എന്താണ് ഇദ്ദേഹത്തിൻ്റെ അനാലിസിസ് പൊതുവെ അറിയപ്പെടുന്നത് അനാലിസിസ് ഓഫ് ദ ഡിപ്രഷൻ എക്കോണമിയാണ്. Okay, analysis actually Keynes provided the analysis of the depression economy, which helped to formulate his theory of employment. അത്
അതെങ്ങനെയാണ്? അത് തിയറി, എംപ്ലോയ്മെൻറ്റ് തിയറി ഡെവലപ്പ് ചെയ്തിട്ടാണ്, വിച്ച് ഈസ് ബേസ്ഡ് ഓൺ പ്രിൻസിപ്പിൾസ് ഓഫ് ഇഫക്റ്റീവ് ഡിമാൻഡ്. അദ്ദേഹത്തിൻ്റെ എംപ്ലോയ്മെൻറ്റ് തിയറി എന്ന് പറയുന്നത്, അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് ഇഫക്റ്റീവ് ഡിമാൻഡാണ്. ഓക്കെ, അപ്പോൾ ഇഫക്റ്റീവ് ഡിമാൻഡ്, എംപ്ലോയ്മെൻറ്റ് ഡിറ്റർമിനേഷൻ ബേസ്ഡ് ഓൺ ഇഫക്റ്റീവ് ഡിമാൻഡ്, അതാണ് അദ്ദേഹം ഗ്രേറ്റ് ഡിപ്രഷൻ അല്ലെങ്കിൽ ഗ്രേറ്റ് ഡിപ്രഷൻ പീരീഡിൽ അദ്ദേഹത്തിൻ്റെ അനാലിസിസിന് അല്ലെങ്കിൽ ഗ്രേറ്റ് ഡിപ്രഷൻ ഇക്കോണമി എക്സാമിൻ ചെയ്യാൻ വേണ്ടി അദ്ദേഹം ഉപയോഗിച്ച ടൂളാണ് പ്രിൻസിപ്പിൾ ഓഫ് ഇഫക്റ്റീവ് ഡിമാൻഡ്. ഓക്കെ, ഇനി നമ്മൾക്ക് വാട്ട് ഈസ് മീൻ ബൈ ഇഫക്റ്റീവ് ഡിമാൻഡ് എന്ന് നോക്കാം. അപ്പോൾ കെയ്ൻസിൻ്റെ പ്രധാനപ്പെട്ട ഐഡിയ എന്ന് പറയുന്നത് അഗ്രിഗേറ്റ് ഡിമാൻഡും അഗ്രിഗേറ്റ് സപ്ലൈ ആണ്. അപ്പോൾ അതിലുള്ള എന്തുകൊണ്ടാണ് അഗ്രിഗേറ്റ് ഡിമാൻഡും അഗ്രിഗേറ്റ് സപ്ലൈയിൽ മാറ്റം വരുന്നത് എന്നും അതിൻ്റെ റീസൺസ് എന്താ എന്നും, അങ്ങനെ ചേഞ്ച് സംഭവിച്ചാൽ അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും, അല്ലെങ്കിൽ വേരിയേഷൻ എങ്ങനെയൊക്കെ സംഭവിക്കും, അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും, അഗ്രിഗേറ്റ് ഡിമാൻഡ് മാറ്റം സംഭവിച്ചാൽ ഇക്കോണമിയിൽ എന്തെല്ലാം മാറ്റം സംഭവിക്കും എന്നുള്ളതൊക്കെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ അഗ്രിഗേറ്റ് ഡിമാൻഡും അഗ്രിഗേറ്റ് സപ്ലൈയും ഇതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ഇഫക്റ്റീവ് ഡിമാൻഡാണ്. ഇഫക്റ്റീവ് ഡിമാൻഡാണ് ഇക്കോണമിയിലെ ഇൻകം, എംപ്ലോയ്മെൻറ്റ് അല്ലെങ്കിൽ ഇക്വിലിബ്രിയം, ഫുൾ എംപ്ലോയ്മെൻ്റ് ഒക്കെ ഡിറ്റർമിൻ ചെയ്യുന്നത് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇനി വാട്ട് ഈസ് മീൻ ബൈ ഇഫക്റ്റീവ് ഡിമാൻഡ്? The logical starting point of the Keynesian theory of employment is the principle of effective demand. അപ്പോൾ കെയ്നീഷ്യൻ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ്, ദ ലോജിക്കൽ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് ദ പ്രിൻസിപ്പിൾ ഓഫ് ഇഫക്റ്റീവ് ഡിമാൻഡ്. അക്കോർഡിംഗ് ടു ഹിം the point of effective demand is determined by the interaction of aggregate demand function and aggregate supply function. അപ്പോൾ effective demand is a point at which aggregate demand is equal to aggregate supply. അതാണ് effective. അപ്പോൾ how can you say demand becomes an effective എന്ന് ചോദിച്ചാൽ you can say that it is a point, demand becomes an effective ആണെങ്കിൽ ഒരു പോയിന്റിൽ റീച്ച് ചെയ്യണം. ആ പോയിന്റിൽ അഗ്രിഗേറ്റ് ഡിമാൻഡ് ഈസ് ഈക്വൽ ടു അഗ്രിഗേറ്റ് സപ്ലൈ. ഓക്കെ, അപ്പോൾ ഇഫക്റ്റീവ് ഡിമാൻഡ് ഈസ് ഈക്വൽ ടു ഈസ് പോയിന്റ് അറ്റ് വിച്ച് അഗ്രിഗേറ്റ് ഡിമാൻഡ് ഈസ് ഈക്വൽ ടു അഗ്രിഗേറ്റ് സപ്ലൈ. ഇനി നൗ വി ക്യാൻ ഡിസ്കസ് അഗ്രിഗേറ്റ് ഡിമാൻഡ് AD ആൻഡ് അഗ്രിഗേറ്റ് സപ്ലൈ AS. ഓക്കെ, അല്ലെങ്കിൽ അഗ്രിഗേറ്റ് ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന് പറയും, അഗ്രിഗേറ്റ് സപ്ലൈ ഫംഗ്ഷൻ എന്ന് പറയും. വാട്ട് ഈസ് അഗ്രിഗേറ്റ് ഡിമാൻഡ് ഫംഗ്ഷൻ? Aggregate demand function is the schedule of the proceeds expected from the sale of the output results from varying amount of employment. ഓക്കെ, അപ്പോൾ അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത് ഇതൊരു ഷെഡ്യൂളാണ്. ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഷെഡ്യൂൾ ആയിരിക്കും. അപ്പോൾ അഗ്രിഗേറ്റ് ഡിമാൻഡ് ഫംഗ്ഷൻ ഈസ് എ ഷെഡ്യൂൾ ഓഫ് ദ പ്രൊസീഡ്സ് എക്സ്പെക്റ്റഡ് ഫ്രം ദ സെയിൽ ഓഫ് ദ ഔട്ട്പുട്ട് റിസൾട്ട്സ് ഫ്രം വേരിയിങ് എമൗണ്ട് ഓഫ് എംപ്ലോയ്മെൻറ്റ്. നമ്മൾ വേരിയസ് യൂണിറ്റ്സ് ഓഫ് എംപ്ലോയ്മെൻറ്റ് ഉപയോഗിച്ചിട്ട് ഉൽപ്പാദിപ്പിക്കുമ്പോൾ അതിൽ നിന്നും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന പ്രൊസീഡ്സ്, വരുമാനം അല്ലെങ്കിൽ റെസിപ്റ്റ്സ് ആണ് എന്തെന്ന് പറയുന്നത് അഗ്രിഗേറ്റ് ഡിമാൻഡ് ഫംഗ്ഷൻ. അപ്പോൾ അഗ്രിഗേറ്റ് ഡിമാൻഡ് ഫംഗ്ഷൻ ഈസ് ദ ഷെഡ്യൂൾ ഓഫ് ദ പ്രൊസീഡ്സ് ഓർ റെസിപ്റ്റ്സ് ദാറ്റ് each entrepreneurs expected from the sale of output resulting from varying amounts of employment. നമ്മൾ ഒരു പർട്ടിക്കുലർ ഓരോ ഫേമും അല്ലെങ്കിൽ ഒരു എക്കോണമിയിൽ ഓരോ സെക്ടറും ഒരുപാട് യൂണിറ്റ്സ് ഓഫ് എംപ്ലോയ്മെൻറ്റ് വെച്ചിട്ട് ഉൽപ്പാദനം നടത്തുന്നു അല്ലേ? ആ ഉൽപ്പാദനം വിൽക്കുമ്പോൾ ആ ഫേം, എൻ്റർപ്രണർ അല്ലെങ്കിൽ ആ സെക്ടർ അത് അവർ വേരിയസ് ലെവൽസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് വെച്ചിട്ട് ലേബേഴ്സിനെ വെച്ച് ഉൽപ്പാദിപ്പിച്ചു. ആ ഔട്ട്പുട്ട് വിൽക്കുമ്പോൾ അവർ എക്സ്പെക്റ്റ് ചെയ്യുന്ന പ്രൊസീഡ്സ് അല്ലെങ്കിൽ റെസിപ്റ്റ്സിനെ പറയുന്ന പേരാണ് അഗ്രിഗേറ്റ് ഡിമാൻഡ് ഫംഗ്ഷൻ. ഒന്നുകൂടെ പറയാം, അഗ്രിഗേറ്റ് ഡിമാൻഡ് ഫംഗ്ഷൻ ഈസ് ദ ഷെഡ്യൂൾ ഓഫ് ദ പ്രൊസീഡ്സ് ഓർ റെസിപ്റ്റ്സ്, രണ്ടും പറയാം, എക്സ്പെക്റ്റഡ് ഫ്രം ദ സെയിൽ ഓഫ് ദ ഔട്ട്പുട്ട് റിസൾട്ട്സ് ഫ്രം ദ വേരിയിങ് എമൗണ്ട് ഓഫ് എംപ്ലോയ്മെൻറ്റ്. ഓക്കെ, ഓരോ ഔട്ട്പുട്ട് പ്രൊഡക്ഷൻ, ഓരോ ഉൽപ്പാദനത്തിലും നമ്മൾ വേരിയസ് യൂണിറ്റ്സ് ഓഫ് ലേബേഴ്സ് വെക്കും അല്ലേ? ആ ഓരോ ടൈമിൽ വെക്കുന്ന ഔട്ട്പുട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ പ്രൊഡ്യൂസ് ചെയ്ത ഔട്ട്പുട്ട് വിൽക്കുമ്പോൾ, സെയിൽ ചെയ്യുമ്പോൾ കിട്ടുന്ന റെസിപ്റ്റ്സ്, എക്സ്പെക്റ്റഡ് സെയിലാണ്, റെസിപ്റ്റാണ് അഗ്രിഗേറ്റ് ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ആസ് മോർ ലേബർ ഈസ് എംപ്ലോയ്ഡ് മോർ ഔട്ട്പുട്ട് ഈസ് പ്രൊഡ്യൂസ്ഡ്. നമുക്കറിയാം,
കൂടുതൽ ലേബേഴ്സിനെ നമ്മൾ ഉൽപ്പാദനത്തിൽ ഇൻവോൾവ് ചെയ്യിച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും, അതുകൊണ്ട് ഔട്ട്പുട്ടും കൂടും. ഓക്കെ, ദെൻ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? ദ ടോട്ടൽ പ്രൊസീഡ്സ് ആൾസോ ഗ്രേറ്റർ. ഒരു സിമ്പിൾ ലോജിക്കാണ്. കൂടുതൽ ലേബേഴ്സിനെ നമ്മൾ ഉൽപ്പാദനത്തിൽ എൻഗേജ് ചെയ്യിപ്പിച്ചാൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കും. ഉൽപ്പാദനം വർദ്ധിച്ചാൽ ഉൽപ്പാദനം വിൽക്കും, സെയില്, അത് വിറ്റാൽ കിട്ടുന്ന റെസിപ്റ്റ്സും കൂടും. ഓക്കെ, ഇതാണ് ദിസ് ഈസ് അബൌട്ട് അഗ്രിഗേറ്റ് ഡിമാൻഡ് ഫംഗ്ഷൻ. എക്സ്പെക്റ്റഡ് സെയിൽസ് റവന്യൂ, സെയിൽസ് റെസിപ്റ്റ്സ്. ഓക്കെ, അതാണ് അഗ്രിഗേറ്റ് ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന് പറയും. ഇനി അഗ്രിഗേറ്റ് സപ്ലൈ ഫംഗ്ഷൻ ഈസ് ഓൺ ദി അതർ ഹാൻഡ് is a schedule. Aggregate supply function is a schedule of the minimum amount of proceeds or receipts required to induce varying quantities of employment. അപ്പോൾ അത് ആദ്യം അഗ്രിഗേറ്റ് ഡിമാൻഡിൽ നമ്മൾ പറഞ്ഞത് പ്രൊസീഡ്സ് എക്സ്പെക്റ്റഡ് ഫ്രം ദ സെയിൽ ഓഫ് ഔട്ട്പുട്ട്. ഓക്കെ, ഇവിടെ അങ്ങനെയല്ല. ഇവിടെ മിനിമം എമൗണ്ട് ഓഫ് പ്രൊസീഡ്സ് ദാറ്റ് ഈസ് റിക്വയർഡ് ടു ഗെറ്റ് ഫ്രം സെയിൽ ഓഫ് ഔട്ട്പുട്ട്. ഒരു മിനിമം എമൗണ്ട് ഒരു ഫേം അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഒരു സെക്ടർ ഒരു മിനിമം ഉൽപ്പാദനത്തിൽ നിന്നും മിനിമം റിക്വയർഡ് എമൗണ്ട്സ് ഉണ്ടാവും, റെസിപ്റ്റ്സ്. അതെന്തിനു വേണ്ടിയാണ്? അറ്റ്ലീസ്റ്റ് ലേബേഴ്സിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി, അവർക്ക് വേജ് കൊടുക്കണോ, അതുപോലെ ബാക്കിയുള്ള അലവൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് മിനിമം റിക്വയർഡ് ആണ്. ഓക്കെ, അത് ദേ മസ്റ്റ് earn that amount. Okay, minimum amount that should earn from the sale of output that is produced by using various units of labors. വ്യത്യസ്ത ലേബേഴ്സ് യൂണിറ്റ്സിനെ വെച്ച് ഉൽപ്പാദനം നടത്തി. അങ്ങനെ ഉൽപ്പാദനം നടത്തുമ്പോൾ അവർ ഉൽപ്പാദിപ്പിക്കുന്നു. ആ ഉൽപ്പാദന ഔട്ട്പുട്ട് മാർക്കറ്റിൽ കൊണ്ടുപോയി സെയിൽ ചെയ്യുമ്പോൾ അവർക്ക് ദേ ഷുഡ് ഗെറ്റ് എ മിനിമം റിക്വയർഡ് എമൗണ്ട്. ഓക്കെ, ഫോർ മെയിൻറ്റെയിനിങ് അറ്റ്ലീസ്റ്റ് ദെയർ ലേബേഴ്സ്. ഓക്കെ, ലേബേഴ്സിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി അവർക്ക് മിനിമം റിക്വയർഡ് എമൗണ്ട്സ് ഉണ്ടാവും, അല്ലേ? മിനിമം റെസിപ്റ്റ്സ് ദ മസ്റ്റ് ഗെറ്റ് ഫ്രം സെയിൽ ഓഫ് ഔട്ട്പുട്ട്, അത് കിട്ടും. ആ എമൗണ്ടിനെ പറയുന്ന പേരാണ് അഗ്രിഗേറ്റ് സപ്ലൈ ഫംഗ്ഷൻ. ക്ലിയർ ആണോ? അപ്പോൾ അഗ്രിഗേറ്റ് സപ്ലൈ ഫംഗ്ഷൻ ഈസ് എ ഷെഡ്യൂൾ ഓഫ് ദ മിനിമം എമൗണ്ട്സ് ഓഫ് പ്രൊസീഡ്സ് അല്ലെങ്കിൽ റെസിപ്റ്റ്സ് റിക്വയർഡ് ടു ഇൻഡ്യൂസ് വേരിയിങ് ക്വാണ്ടിറ്റീസ് ഓഫ് എംപ്ലോയ്മെൻറ്റ്. അതാണ് അഗ്രിഗേറ്റ് സപ്ലൈ ഫംഗ്ഷൻ. As amount of proceeds increases, as greater amount of employment will be offered to workers by the employees. അപ്പോൾ റെസിപ്റ്റ്സ് കൂടുകയാണെങ്കിൽ, എമൗണ്ട് ഓഫ് പ്രൊസീഡ്സ് അല്ലെങ്കിൽ റെസിപ്റ്റ്സ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ എമൗണ്ട് ഓഫ് എംപ്ലോയ്മെൻറ്റ് വിൽ ബി ഓഫേർഡ് ടു വർക്കേഴ്സ് ബൈ. അപ്പോൾ എംപ്ലോയർ വർക്കേഴ്സിന് എംപ്ലോയ്മെൻറ്റ് ഓഫർ ചെയ്യുന്നതും ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ this is about the aggregate supply function. Ini the actual amount of employment in an economy is determined by the intersection of aggregate demand function and aggregate supply function. അപ്പോൾ എക്കോണമിയിലെ ആക്ച്വൽ എമൗണ്ട് ഓഫ് എംപ്ലോയ്മെൻറ്റ് ഡിറ്റർമിൻ ചെയ്യുന്നത് ഈ ഒരു പോയിൻ്റാണ്, അറ്റ് വിച്ച് അതൊരു ഇൻ്റർസെക്ഷൻ പോയിൻ്റാണ്. ആ പോയിൻ്റിൻ്റെ പ്രത്യേകത അഗ്രിഗേറ്റ് ഡിമാൻഡ് ഫംഗ്ഷനും അഗ്രിഗേറ്റ് സപ്ലൈ ഫംഗ്ഷനും ഈക്വൽ ആവും, അല്ലെങ്കിൽ ഇക്വിലിബ്രിയം പോയിന്റിലായിരിക്കും. That can be seen from the figure. Okay, here ഈ ഫിഗർ നോക്കൂ നിങ്ങൾ. OX ആക്സിസിൽ നമ്മൾ എന്താ മെഷർ ചെയ്യുന്നത്? എംപ്ലോയ്മെൻ്റ് ആണ്. OY ആക്സിസിൽ റെസിപ്റ്റ്സ് അല്ലെങ്കിൽ പ്രൊസീഡ്സ്. ഓക്കെ, ഔട്ട്പുട്ട് വേരിയസ് യൂണിറ്റ്സ് ഓഫ് ലേബേഴ്സിനെ വെച്ച് ഉൽപ്പാദിപ്പിച്ച് കിട്ടുന്ന പ്രൊസീഡ്സ് അല്ലെങ്കിൽ റെസിപ്റ്റ്സ് ആണ് എന്തെന്ന് പറയുന്നത്? OY ആക്സിസിൽ മെഷർ ചെയ്യുന്നത്. OX ആക്സിസിൽ നമ്പർ ഓഫ് ലേബർ യൂണിറ്റ്സ്. ഓക്കെ, 10, 20, 30 എത്ര യൂണിറ്റ്സ് ആണ് ഓരോ ലെവൽ ഔട്ട്പുട്ടിലും ഉൽപ്പാദിപ്പിക്കുന്നത്. ഓക്കെ, ADF എന്നുള്ളത്, ADF ഈസ് അഗ്രിഗേറ്റ് ഡിമാൻഡ് ഫംഗ്ഷൻ, ASF ഈസ് അഗ്രിഗേറ്റ് സപ്ലൈ ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ അഗ്രിഗേറ്റ് ഡിമാൻഡ് ഫംഗ്ഷൻ നമുക്കറിയാം എന്താണ്? എക്സ്പെക്റ്റഡ് സെയിൽസ് റവന്യൂ. ഓക്കെ, എക്സ്പെക്റ്റഡ് റെസിപ്റ്റ്സ് ഫ്രം സെയിൽസ് ഓഫ് ഔട്ട്പുട്ട്, ഫ്രം സെയിൽ ഓഫ് ഔട്ട്പുട്ട്. ഓക്കെ, അതാണ് എക്സ്പെക്റ്റഡ് സെയിൽസ് റവന്യൂ, അതാണ് സെയിൽസ് റെസിപ്റ്റ് ആണ് അഗ്രിഗേറ്റ് ഡിമാൻഡ് ഫംഗ്ഷൻ. അഗ്രിഗേറ്റ് സപ്ലൈ എന്ന് പറയുന്നത് നമുക്കറിയാം മിനിമം റിക്വയർഡ് എമൗണ്ട് ആണ് ഫ്രം സെയിൽ ഓഫ് ഔട്ട്പുട്ട്. ഔട്ട്പുട്ട് വിറ്റിട്ട് മിനിമം കിട്ടേണ്ട എമൗണ്ട് ആണ്. അപ്പോൾ ദാറ്റ് കർവ് ഷോയിങ് ലൈക്ക് ദിസ്. IDF അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് ഷോസ് ലൈക്ക് ദാറ്റ്.
ഓക്കെ, ഇനി അഗ്രിഗേറ്റ് സപ്ലൈ ഫംഗ്ഷൻ ASF. ഇതിന് പ്രത്യേകത, അഗ്രിഗേറ്റ് സപ്ലൈ ഫംഗ്ഷൻ ഈസ് റിഗാർഡഡ് ആസ് സ്റ്റേബിൾ ഇൻ ദി ഷോർട്ട് റൺ ബിക്കോസ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി ടെക്നിക്കൽ കണ്ടീഷൻസ് ഓഫ് പ്രൊഡക്ഷൻ, അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽസ് എക്സെട്ര. അപ്പോൾ ഈ അഗ്രിഗേറ്റ് സപ്ലൈ ഫംഗ്ഷൻ കണ്ടോ നിങ്ങൾ, അത് കുറച്ച് ഇത് ഷോർട്ട് റണ്ണിൽ ഇത് സ്റ്റേബിൾ ആയിരിക്കും. കാരണം എന്താ വെച്ചാൽ അഗ്രിഗേറ്റ് സപ്ലൈ ഈസ് ഓൾവേസ് ഡിപ്പെൻഡ്സ് ഓൺ ടെക്നിക്കൽ കണ്ടീഷൻ. ഓക്കെ, ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് ഷോർട്ട് പീരീഡിൽ പിന്നെ കമ്മോഡിറ്റീസിൻ്റെ ഡിമാൻഡ് കൂടി എന്ന് കരുതി നമുക്ക് പെട്ടെന്ന് സപ്ലൈ വർദ്ധിപ്പിക്കാൻ കഴിയില്ല. കാരണം നമ്മുടെ ടെക്നോളജി, മെഷീനറീസ്, അതുപോലെ തന്നെ ബിൽഡിങ്സ് ഒക്കെ ചെറുതായിരിക്കും. അത് ലോങ് റണ്ണിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും, ടെക്നോളജിക്ക് മാറ്റാൻ പറ്റും. ഷോർട്ട് റണ്ണിന് വി കനോട്ട് ഡു ദാറ്റ്. ഓക്കെ, അതുകൊണ്ട് അഗ്രിഗേറ്റ് സപ്ലൈ ഫംഗ്ഷൻ ഈസ് റിഗാർഡഡ് ആസ് സ്റ്റേബിൾ ഇൻ ദി ഷോർട്ട് റൺ ബിക്കോസ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ടെക്നിക്കൽ കണ്ടീഷൻസ് ഓഫ് ദ പ്രൊഡക്ഷൻ ആൻഡ് ദ അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽസ്. ഒരുപാട് കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സപ്ലൈ എന്ന് പറയുന്നത് ഒരുപാട് കാര്യത്തെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇത് പെട്ടെന്ന് ഷോർട്ട് പീരീഡ് വർദ്ധിപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് സപ്ലൈ ഈസ് സ്റ്റേബിൾ ആയിരിക്കും ഷോർട്ട് പീരീഡ്. ഓക്കെ, ദസ് ഇൻ കെയ്നീഷ്യൻ ഇൻകം എംപ്ലോയ്മെൻറ്റ് ഡിറ്റർമിനേഷൻ എന്താണ്, ഇറ്റ് ഈസ് അഗ്രിഗേറ്റ് ഡിമാൻഡ് ഫംഗ്ഷൻ വിച്ച് പ്ലേസ് എ വൈറ്റൽ റോൾ ഇൻ ഡിറ്റർമിനിങ് ദ ലെവൽ ഓഫ് എംപ്ലോയ്മെൻറ്റ് ഇൻ ദി എക്കോണമി. ഒരു എക്കോണമിയിലെ ലെവൽ ഓഫ് എംപ്ലോയ്മെൻറ്റ് തീരുമാനിക്കുന്നത് കെയ്നീഷ്യൻ ഇൻകം എംപ്ലോയ്മെൻറ്റ് ഡിറ്റർമിനേഷനിൽ അതിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് അഗ്രിഗേറ്റ് ഡിമാൻഡ് ഫംഗ്ഷനാണ്. അഗ്രിഗേറ്റ് സപ്ലൈ ഒക്കെ അല്ല, അഗ്രിഗേറ്റ് ഡിമാൻഡാണ് കെയ്നീഷ്യൻ എക്കണോമിയിലെ ഇൻകം എംപ്ലോയ്മെൻറ്റ് ഡിറ്റർമിനേഷനിൽ ഏറ്റവും ക്രൂഷ്യൽ ഫാക്ടർ എന്ന് പറയുന്നത്. ദസ് ഇറ്റ് ഈസ് ദ അഗ്രിഗേറ്റ് ഡിമാൻഡ് ഫംഗ്ഷൻ വിച്ച് പ്ലേസ് എ വൈറ്റൽ റോൾ ഇൻ ഡിറ്റർമിനിങ് ദ ലെവൽ ഓഫ് എംപ്ലോയ്മെൻറ്റ് ഇൻ ദൻ എക്കോണമി. എക്കോണമിയിലെ ലെവൽ ഓഫ് എംപ്ലോയ്മെൻറ്റ് തീരുമാനിക്കുന്നത് ആരാണ്? അഗ്രിഗേറ്റ് ഡിമാൻഡ് ഫംഗ്ഷനാണ്. അതാണ് കെയ്നീഷ്യൻ എക്കണോമിക്സിൻ്റെ പ്രത്യേകത. ദ അഗ്രിഗേറ്റ് ഡിമാൻഡ് ഫംഗ്ഷൻ, ഇനി പറയാം അഗ്രിഗേറ്റ് ഡിമാൻഡ് ഫംഗ്ഷൻ ഈസ്, നമുക്കറിയാം അഗ്രിഗേറ്റ് സപ്ലൈ ഫംഗ്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ ടെക്നോളജി, റോ മെറ്റീരിയൽ എക്സെട്ര. അഗ്രിഗേറ്റ് ഡിമാൻഡ് ഫംഗ്ഷൻ അഗ്രിഗേറ്റ് ഡിമാൻഡ് ഫംഗ്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ CF കൺസംഷൻ ഫംഗ്ഷൻ ആൻഡ് IF ഇൻവെസ്റ്റ്മെൻറ്റ് ഫംഗ്ഷൻ. അപ്പോൾ കൺസംഷനും ഇൻവെസ്റ്റ്മെൻറ്റുമാണ് അഗ്രിഗേറ്റ് ഡിമാൻഡ് ഫംഗ്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ദ ലെവൽ ഓഫ് എംപ്ലോയ്മെൻറ്റ് ക്യാൻ ബി റൈസ്ഡ് ബൈ ഇൻക്രീസിങ് ഐദർ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഓർ ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ. അതുപോലെ തന്നെ ഒരു എക്കോണമിയിലെ ലെവൽ ഓഫ് എംപ്ലോയ്മെൻറ്റ് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഇത് എന്ത് ചെയ്താൽ മതി? ഐദർ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്യുക ഓർ ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്യുക. അതാണ് എന്തിനെ സ്വാധീനിക്കുന്നത്? അഗ്രിഗേറ്റ് ഡിമാൻഡ് ഫംഗ്ഷനെ സ്വാധീനിക്കുന്നത്. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് അബൌട്ട് ഇഫക്റ്റീവ് ഡിമാൻഡ്. അല്ലെങ്കിൽ അതുപോലെ അഗ്രിഗേറ്റ് എന്താണ് ഇഫക്റ്റീവ് ഡിമാൻഡ് എന്ന് പറഞ്ഞു, അതിൽ നിന്ന് എന്താണ് അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് പറഞ്ഞു, അഗ്രിഗേറ്റ് സപ്ലൈ എന്താണെന്ന് പറഞ്ഞു, അത് ഡയഗ്രാമാറ്റിക്കലി എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുമെന്ന് പറഞ്ഞു. പിന്നെ അത്രയും കാര്യം. അപ്പോൾ അഗ്രിഗേറ്റ് സപ്ലൈ ഫംഗ്ഷൻ എന്തൊക്കെ സ്വാധീനിക്കുന്നു എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ അഗ്രിഗേറ്റ് ഡിമാൻഡ് ഫംഗ്ഷൻ എന്തൊക്കെ സ്വാധീനിക്കുന്നു എന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. അതുകൊണ്ട് ലെവൽ ഓഫ് എംപ്ലോയ്മെൻറ്റ് നമുക്ക് എങ്ങനെ വർദ്ധിപ്പിക്കാം? ബൈ ഇൻക്രീസിങ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ.